ഹായ്, 30th പേജ് നമ്പറിലെ 11th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് O ആണ്. AB എന്ന് പറയുന്ന സർക്കിളിന്റെ ഡയമീറ്ററും C എന്ന് പറയുന്ന സർക്കിളിലെ ഏതോ ഒരു ബിന്ദു, ഏതോ ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞു ആംഗിൾ CAB, അതായത് ഈ ആംഗിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ഒരു വൃത്തം തന്നിട്ടുണ്ട്. വൃത്ത കേന്ദ്ര ഓയും AB എന്ന് പറയുന്നത് വ്യാസവും C എന്ന് പറയുന്നത് വൃത്തത്തിലെ ഏതോ ഒരു പോയിന്റുമാണ് എങ്കിൽ നമ്മളോട് പറഞ്ഞു CAB എന്ന് പറയുന്ന കോണിന്റെ അളവ് കണ്ടുപിടിക്കുക. ഓക്കെ, നോക്കിയേ, AB എന്ന് പറയുന്ന ലൈനിനെ CO എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്യുമ്പോഴാണ് രണ്ട് ആംഗിൾസ് ആണ് ഇത് രണ്ടും. ഇതാ ഈ ആംഗിളും ഈ ആംഗിളും. COB എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്, 50 ഡിഗ്രി. COB 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ AOC എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ലീനിയർ പെയർസ് ആണ്, രേഖീയ ജോഡിക്കോണുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി, 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ AOC എന്ന് പറയുന്നത് 180 നിന്ന് ഈ 50 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOC എന്ന് പറയുന്ന കോണ് 130 ഡിഗ്രിയാന്ന് പറഞ്ഞു. അതായത് ഇത് 130 ഡിഗ്രി. ഓക്കെ, ഇനി നോക്കിയേ, AOയും COയും സർക്കിളിന്റെ എന്താണ്? AOയും COയും നമ്മുടെ വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് ആണ്. ഓക്കെ, റേഡിയസ് ആണ്. അപ്പൊ നോക്ക്, ഇനി നിങ്ങള് AOയും COയും എടുത്തല്ലോ. ഇനി നമ്മൾ നോക്കണ്ട OAC എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ OAC എന്ന് പറയുന്ന ത്രികോണം നമ്മൾ എടുത്താൽ അതിന്റെ രണ്ട് വശങ്ങൾ AOയും COയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയുള്ള ത്രികോണമാണ്? സമപാർശ്വ ത്രികോണം അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ, സമപാർശ്വ ത്രികോണങ്ങളുടെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കിയേ, OC എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ഇതാണ്, OA എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ഈ ആംഗിൾ ആണ്. ഈ രണ്ട് ആംഗിൾസും എന്താണ്? തുല്യമായിരിക്കും. ഓക്കെ, അത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ആംഗിൾ CAO ഈക്വൽസ് ആംഗിൾ ACO. കാരണം എന്താ? ഐസോസിലസ് ട്രയാങ്കിൾസിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണാണ് ഈ രണ്ട് കോണുകൾ. അതുകൊണ്ട് അത് രണ്ടും തുല്യമായിരിക്കും. അത് രണ്ടും തുല്യമാണ് കിട്ടി. നോക്ക്, ഈ രണ്ട് ആംഗിൾസ് തുല്യമാണ്. ഈ കോൺ 130 ഡിഗ്രി ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഇത് 130 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് കോണുകളുടെയും കൂടെ തുക എത്രയായിരിക്കും? ഇനി ഇത് രണ്ടും തുല്യമായ ആംഗിൾസ് അല്ലേ? ഇതിന്റെ രണ്ടിന്റെ സമ്മ് 50 ഡിഗ്രി. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവിടെ തുക 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിൾസും എത്ര വീതമായിരിക്കും? 50ന്റെ പകുതി 25 ഡിഗ്രി. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട CAB, അതായത് CAB എന്ന് പറയുന്നതും CAO എന്ന് പറയുന്നതും ഒന്ന് തന്നെ. കാരണം O എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് B വന്നത്. CAB എന്ന് പറയുന്നത് എത്രയാണ്? 25 ഡിഗ്രി, 25 ഡിഗ്രി. അപ്പൊ ആംഗിൾ CAB ഈക്വൽസ് 25 ഡിഗ്രി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 11ാമത്തെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് ഇതാണ് ക്വസ്റ്റ്യൻ. COB എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തു 50 ഡിഗ്രി ആണല്ലോ.
എന്നിട്ട് നമ്മൾ ആംഗിൾ CAB കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തത്. ഇപ്പൊ പറയുന്നത് COB നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെഷർ എടുക്കുക, ഒരു ഇഷ്ടമുള്ള ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ CAB നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഞാനിവിടെ COB എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിട്ട് എടുത്തു. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പാർട്ടി നമ്മൾ എന്ത് ചെയ്തോ അതേ കൂട്ട് ചെയ്ത് ആംഗിൾ CAB കണ്ടുപിടിക്കുക, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ COB നമ്മൾ 60 ഡിഗ്രി അല്ലേ എടുത്തത്, എങ്കിൽ AOC എത്രയായിരിക്കും? 180 നിന്ന് 60 കുറയ്ക്കുന്ന എത്രയാ അത്. അപ്പം ആംഗിൾ AOC എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 120 ഡിഗ്രി. കാരണം എന്താ? ഈ രണ്ട് കോണുകൾ ലീനിയർ പെയർസ് അഥവാ രേഖീയ ജോഡികളാണ്. ഓക്കെ, അപ്പൊ ഇത് 120 ഡിഗ്രി. AOയും COയും ഈക്വൽ ആണ്. ട്രയാങ്കിൾ OAC എന്ന് പറയുന്ന ത്രികോണം, ആ ത്രികോണം നമ്മൾ കൺസിഡർ ചെയ്താൽ OAയും OCയും ഈക്വൽ ആണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ എങ്ങനെയുള്ള ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം. രണ്ടു വശങ്ങൾ തുല്യമായ സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണങ്ങളുടെ പ്രത്യേകതയുണ്ട്, തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് OACയും ACOയും, അതായത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ആണല്ലോ. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെ സമം 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഇത് 120 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പം ഈ രണ്ട് കോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കാം? ആകെയുള്ള 180യിൽ നിന്ന് ഈ ആംഗിൾ 120 അല്ലേ, 120 അല്ലേ, 120 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 60 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് കോണുകളുടെ തുകയാണ് 60 ഡിഗ്രി. അത് രണ്ടും തുല്യവുമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വെച്ചിട്ട് വരണം? എത്ര വരണം ഓരോ കോണും? 30 പ്ലസ് 30 അല്ലേ 60. അപ്പൊ ഓരോ കോണും എത്രയാവണം? 30 ഡിഗ്രി ആവണം. നോക്കിയേ, നമ്മള് COB 60 ഡിഗ്രി എന്ന് തുടങ്ങി. എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ചു CAO അഥവാ CAB. CAO തന്നെയാണ് CAB. ആ എന്ന് പറയുന്നത് എത്രയാ? 30 ഡിഗ്രിയാന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മള് ഫസ്റ്റ് പാർട്ട് ചെയ്തു. ഇവിടെ 50 വന്നപ്പം ഇവിടെ 25 വന്നു. ഓക്കെ, ഇവിടെ ഇപ്പം 60 വന്നപ്പോ ഇവിടെ 30 വന്നു. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എത്ര വരുന്നോ അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ. ഇവിടെ 50 വന്നപ്പോ അതിന്റെ ഹാഫ് 25. ഇവിടെ 60 വന്നപ്പോ ഇവിടെ ഹാഫ് 30. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാ? 40 വന്നാൽ എത്രയാ? ഇവിടെ 20. അതായത് ഇവിടെ എത്ര വരുന്നോ അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ. ഓക്കെ.